നിങ്ങൾക്ക് ഇതുപോലൊരു സ്ക്രീനാണ് കാണിക്കുന്നത്. അതിൽ വിഷൻ സെറ്റിങ്സിൽ പോവുക. വിഷൻ സെറ്റിങ്ങിൽ ലാസ്റ്റ് ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. അത് ഓൺ ചെയ്യുക. അതിന് ശേഷം നമുക്ക് 2 ഫിംഗർ വെച്ച് നമുക്ക് ആ ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ 2 ഫിംഗർ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെറ്റിങ്സ്, ടെക്സ്റ്റ് ടു സ്പീച്ച് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കിട്ടും. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ഒരു സെറ്റിങ്സ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഇപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്ത് ആവുന്നില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫോണിൻ്റെ മറ്റൊരു സെറ്റിങ്സ് കിട്ടും. ഇപ്പോൾ ഫോണിൻ്റെ മറ്റൊരു സെറ്റിങ്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ ടോക്ക് ബാക്ക് ഓഫ് ചെയ്യണം. ഇത് ഓഫ് ചെയ്യാതെ നമുക്ക് അതിൽ ബാക്ക് ബട്ടൺ മേലെ കാണുന്ന സെക്യൂരിറ്റിയിൽ 3 കോഡ് അതിൽ അടിച്ചതിന് ശേഷം ഈ ടോക്ക് ബാക്ക് നമുക്ക് ഓഫാക്കണം. മുമ്പ് നിങ്ങൾ 2 ഫിംഗർ വെച്ചിട്ട് വേണം അത് സ്വൈപ്പ് ചെയ്യാൻ. എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് ബാക്ക് പോകണമെങ്കിൽ മേലെ കാണിക്കുന്ന പോലെ 3 വരയുണ്ട്. ആ കോളത്തിൽ ടിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 2 കൈ വെച്ചിട്ട് വേണം സ്വൈപ്പ് ചെയ്ത് മേലോട്ട് നീക്കാൻ. അതിൽ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷനിൽ പോയിട്ട് ആദ്യം നമുക്ക് ടോക്ക് ബാക്ക് ഓഫ് ചെയ്യണം. ടോക്ക് ബാക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ടോക്ക് ബാക്ക് ഓഫ് ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ടോക്ക് ബാക്ക് ഓഫ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഓഫായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എല്ലാം പെട്ടെന്ന് ടച്ച് ചെയ്യാൻ പറ്റും. ടോക്ക് ബാക്ക് ഓൺ ചെയ്താൽ നമുക്ക് 2 ഫിംഗർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ആപ്പിൽ പോവുക. ആപ്സിൽ പോയിട്ട് നമുക്ക് ഏറ്റവും അടിയിൽ യൂട്യൂബിൽ പോവുക. യൂട്യൂബിൽ പോയതിന് ശേഷം യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അതിൽ സെലക്ട് ചെയ്യുക. യൂട്യൂബ് നോട്ടിഫിക്കേഷനിൽ പോയിട്ട് യൂട്യൂബ് എബൌട്ട് കാണുന്നില്ല. നമുക്ക് ബ്രൗസർ എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അത് ഹിസ്റ്ററി പ്രൈവസിയിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്രൗസർ ഓപ്പണായി വരും. അത് അഗ്രി ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്ത് മേലെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ സെർച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പെക്സ് ലോഞ്ചർ എന്ന് ടൈപ്പ് ചെയ്യുക. APEX ലോഞ്ചർ. അതിനുശേഷം നിങ്ങൾ ഏത് കൺട്രിയിലാണോ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടാവും. ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതിനുശേഷം അപ്പെക്സ് ലോഞ്ചർ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് നമുക്ക്. അതിനുശേഷം നമുക്ക് അപ്പെക്സ് ലോഞ്ചർ ഒന്ന് സെർച്ച് ചെയ്യാം ക്രോം ബ്രൗസറിൽ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പെക്സ് ലോഞ്ചർ വന്നിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ, ഒരു ഗ്രീൻ കളറുള്ള ഒരു ബട്ടൺ, അതിൽ പ്രസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഈ കാണുന്ന ഗ്രീൻ കളറുള്ള ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം പെർമിഷൻ കൊടുക്കുക. അലോ ചെയ്യുക ഡൗൺലോഡ് ചെയ്യാൻ. ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പെക്സ് ലോഞ്ചർ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലേ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ
ഫസ്റ്റ് ഇൻ്റർഫേസ് തന്നെ വരും. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കണം, അത് ട്രാൻസ്ലേറ്റ് ആവുന്നില്ല. ഓക്കെ, പാക്സ് ലോണ്ടർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ പ്രസ് ചെയ്യുക, ഇൻസ്റ്റാൾ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പെർമിഷൻ അലോ ചെയ്യണം. സെറ്റിങ്സിൽ അതിനായിട്ട് അൺനോൺ സോഴ്സ് എന്നുള്ളത് ടിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. പിന്നെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ഫസ്റ്റ് പെർമിഷൻ അലോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഒരു പ്രാവശ്യം കൂടി ഡൗൺലോഡ് ചെയ്യുക അതേ സോഫ്റ്റ്വെയർ. നമ്മൾ മുന്നേ പെർമിഷൻ അലോ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് ഡൗൺലോഡ് വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനായിട്ട് ഒന്നും കൂടി ഡൗൺലോഡ് ചെയ്യുക ആപ്പെക്സ് ലോഞ്ചർ. വീഡിയോയിൽ കാണുന്ന പോലെ ഇൻ്റർനെറ്റ് ഫാസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആവും. 4 MB സൈസ് ഫയലാണ്. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്പെക്സ് ലോഞ്ചർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് റീപ്ലേസ് ആൻഡ് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓക്കെ ഓപ്പൺ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഫോണ് ഓണായിട്ടുണ്ട്, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇമെയിൽ സെറ്റ് ചെയ്യാനുണ്ട്. ഇമെയിൽ സെറ്റ് ചെയ്യാൻ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊന്നും പോയാൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് ആപ്സിൽ പോയിട്ട് മെയിൽ ക്ലിക്ക് ചെയ്യുക. മെയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്ത സെറ്റിങ്സ് എടുക്കാൻ പറ്റും. സെറ്റിങ്സിൽ എടുത്തിട്ട് നമുക്ക് ന്യൂ ഇമെയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ന്യൂ അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണിക്കും. ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള ടെക് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ട് കാണുന്ന ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.